വനനിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കർഷക സംഘടനകൾ. ഇടുക്കിയിലാണ് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഈ ഭേദഗതിയോട് യോജിക്കാൻ കഴിയില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടുക്കിയിൽ എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്? വിജയപാർവതി, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിനെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്ന ഒരു ജില്ലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം കഴിഞ്ഞ ഈ ഒരു കുറച്ചു കാലങ്ങളായി വനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃഷിഭൂമിയിലേക്കടക്കം വനം വകുപ്പ് കടന്നുകയറ്റം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെയെല്ലാം മനുഷ്യനെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നതിനെതിരെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാനമായി പ്രതിഷേധം ഉയർത്തുന്നതിന് കാരണം പലയിടങ്ങളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, മാങ്കുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജനവാസ മേഖലയിലേക്ക് കടന്നുകയറ്റം നടത്താൻ എത്തുമ്പോൾ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമം വരുന്നതോടുകൂടി അത്തരം നടപടികൾക്കെല്ലാം ഇവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോകും. അതൊരു സമാന്തര സർക്കാരായി ഇടുക്കിയിൽ പ്രവർത്തിക്കുമെന്ന ആരോപണമാണ് കർഷക സംഘടനകൾ അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തെ അടക്കം ആളുകൾ, ഇടതുപക്ഷത്തിന്റെ ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരടക്കം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഒരു കാരണവശാലും ഇത് നിയമസഭയിലേക്ക് എത്തുകയോ ഇത് അവതരിപ്പിക്കുകയോ ചെയ്യരുത് എന്ന ആവശ്യമാണ് ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ അടക്കമുള്ള ആളുകൾ, CPIയുടെ ജില്ലാ സെക്രട്ടറി K സലിംകുമാർ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണമെന്ന ആവശ്യമാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. KPCCയുടെ സെക്രട്ടറി MN ഗോപി നമ്മോടൊപ്പമുണ്ട്. ഏത് തരത്തിലാണ് ഈ ഒരു ബില്ലിനെ നിങ്ങൾ എതിർക്കുന്നത്? 1961 വനനിയമ ഭേദഗതി, പ്രത്യേകിച്ച് അതിൻ്റെ 63-ാം വകുപ്പിൻ്റെ ഭേദഗതി വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിലെ ജനങ്ങളെ ബാധിക്കാൻ പോവുകയാണ്. ഈ ഭേദഗതിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഏതൊരു ഫോറസ്റ്റ് ഗാർഡിനും ഏതൊരു പൗരൻ്റെയും വീട്ടിൽ കയറാനും അവിടെ പരിശോധന നടത്താനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം വരികയാണ്. പോലീസ് വകുപ്പിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന കേസ് ചാർജ് ചെയ്യൽ ഇപ്പോൾ ഫോറസ്റ്റുകാർ സ്വയം ഈ നിയമ ഭേദഗതിയിലൂടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അതൊക്കെ വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. പ്രത്യേകിച്ചും വനമേഖലയെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ CHR മുഴുവൻ വനമേഖലയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പം വനമേഖലയായി CHR പ്രഖ്യാപിക്കുമ്പോൾ നാളെ ഇവിടെ ഏലം കൃഷി ചെയ്യുന്നവൻ ഏലക്ക പറിക്കാൻ പോയാൽ അത് വനവിഭവങ്ങളുടെ സമാഹരണത്തിൽപ്പെടുത്തി അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഈ ജില്ലയിലൊന്നും ഉണ്ടാകാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാവും. ഇത് ഗവൺമെൻറ് വളരെ ബോധപൂർവം ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളെ ഇവിടെ നിന്നും തുരത്തുന്നതിനും ഇവിടെ വനവൽക്കരണത്തിന് ഈ പ്രദേശത്തെ മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ്. വലിയ പ്രക്ഷോഭം ഇവിടുത്തെ ആളുകളെ ഇവിടുന്ന് നാട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ വനനിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവും. ഇത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണോ ഇല്ലോ എന്ന് വ്യക്തമാകും. മന്ത്രി ഈ കരട് വായിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു വിജ്ഞാപനം നമ്മുടെ ഗസറ്റ് വിജ്ഞാപനമായി പുറത്തു വരുമ്പോൾ ഈ കരടെങ്കിലും മന്ത്രി വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റിനും ഇവിടുത്തെ ജനങ്ങൾക്കെതിരായി ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം ഫോറസ്റ്റ് വകുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ ഗൂഢാലോചനയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. ഇവിടെ ഇടതുപക്ഷത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നുണ്ട്. അവരൊക്കെ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് സമരം ചെയ്തത്. ഇതേതെങ്കിലും ഒരു ഫോറസ്റ്റ് ഓഫീസറോ റേഞ്ച് ഓഫീസറോ ഒരു DFOയോ ഒരു കൺസർവേറ്ററോ നടത്തുന്ന നിയമ ഭേദഗതിയൊന്നുമല്ല. ഇത് ഗവൺമെന്റ് ആലോചിച്ച് ബോധപൂർവം നടത്തുന്ന ഗൂഢാലോചനയുടെ കൂടി ഭാഗമാണ്. അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും. സുജയ, അത്തരത്തിലാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾക്ക് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ വനംവകുപ്പിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ഉയർത്തുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ്. അത്തരം നിയമ ഭേദഗതി വരുന്നതോടുകൂടി ഇവിടെ നിന്ന് സ്വയം ആളുകൾ കുടിയൊഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ള ആശങ്കയൊക്കെയാണ് നാട്ടുകാർക്കുള്ളത്. ഈ പ്രത്യേകിച്ച് തീർച്ചയായും സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്. ഉദ്യോഗസ്ഥരുടെ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാകുമെന്നുള്ള വിമർശനവും കടുക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്തേണ്ടത് സർക്കാരാണ്. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പ്രതിഷേധം ഉയരുമ്പോൾ അത് കണക്കിലെടുക്കാതിരിക്കാൻ സർക്കാരിനും കഴിയില്ലല്ലോ.